സാധനമേ വിൽക്കാൻ പറ്റും, ഉള്ള സാധനം ഉപയോഗിക്കാൻ പറ്റും. അത് നിർത്താൻ പറ്റുമെങ്കിൽ ഇവിടുത്തെ സംസ്ഥാനത്തിലെ ഗവൺമെന്റിനോ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ. അത് എന്തെങ്കിലും കാണിച്ചിട്ട് നേരെ പോയി സിനിമാക്കാരെ പോയി ബ്ലെയിം ചെയ്യുന്നത് അഗൈൻ പൊട്ടത്തരം. ഇപ്പോഴത്തെ ഒരു സിനാരിയോ എല്ലാത്തിനും ഉത്തരം പറയുന്ന ഒരാളാന്ന് നിലയ്ക്ക് ചോദിക്കും. ഇപ്പോഴത്തെ ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരും ഡ്രഗിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ 2K കിഡ്സ് ഡ്രഗിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് ലഹരികളുള്ള വ്യക്തികളെ കിട്ടുന്നു, അവരെ ബാൻ ചെയ്യും. അതാണ് അത് അതിനെക്കുറിച്ച് അറിവുണ്ടാവുമല്ലോ. എല്ലാവരും സിനിമയിലേക്കാണ് ലഹരി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫോക്കസ് ഫിലിമാണ്. എന്താ പറയാനുള്ളത് ഇതിനെ കുറിച്ച്? ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഡ്രഗ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, സമൂഹത്തിൽ എന്ത് പ്രശ്നം നടന്നാലും ഒന്നില്ലെങ്കിൽ ആസ് എ ഡിസ്ട്രാക്ഷൻ, ഐം സോറി മീഡിയ പീപ്പിൾ, ഒന്നില്ലെങ്കിൽ ആസ് എ ഡിസ്ട്രാക്ഷൻ യു യൂസ് ഫിലിം സ്റ്റാർസ്, സിനിമ പീപ്പിൾ അപ്പോഴത്തെ ആക്റ്റീവ് ഇഷ്യൂ മാസ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇത് അല്ലാതെ തന്നെ ആക്ച്വൽ സിനിമാക്കാർ മനുഷ്യർ തന്നെയാണ്, അവർക്ക് തെറ്റുകൾ വച്ചാറുണ്ട്. അതേപോലെ ഉണ്ടായ ചില സിനാറിയോസിൽ അതിനെ മാക്സിമം മിൽക്ക് ചെയ്ത് TRP ആയിട്ട് ആൾക്കാരുടെ വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ ഇൻഡസ്ട്രി കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു. I know that's not what you said, പക്ഷേ വരുന്ന സംസാരം അങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിലെ ആൾക്കാർ ഇതൊരു എക്സാമ്പിളായി സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ നാട്ടുകാർക്ക് ചെയ്യാൻ തോന്നുന്നു. മാർക്കോയിലെ വയലൻസ് കണ്ട് ആൾക്കാർ പോയി പുറത്തുപോയി ഒരു അഭ്യാസങ്ങളും കാണിച്ചു വിടുന്നു എന്ന് പറയുന്നത്. മനുഷ്യർക്ക് അവരുടേതായ ഒരു മെന്റൽ കപ്പാസിറ്റി റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് റെഗുലേറ്റ് അറിയണം, അല്ലാതെ എന്തെങ്കിലും കാണിച്ചിട്ട് നേരെ പോയി സിനിമാക്കാരെ പോയി ബ്ലെയിം ചെയ്യുന്നത് അഗൈൻ പൊട്ടത്തരം. ഓക്കെ, ലാസ്റ്റ് ഇതിനോട് കണക്ട് ചെയ്തിട്ട് ഒരു കാര്യം ചോദിച്ചു. ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മൈത്രേയ എന്ന് പറഞ്ഞ വ്യക്തി എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലഹരി മരുന്നുകൾ ലീഗലാക്കിയാൽ ഇതിനൊരു സൊല്യൂഷൻ കിട്ടും, സമൂഹത്തിൽ സുലഭമായിട്ട് ലഭിച്ചാൽ എന്താണ് ആളുകൾക്ക് ഇത്ര ടെൻഡൻസി ഉണ്ടാവില്ല എന്നൊക്കെ രീതിയിൽ. സത്യം പറഞ്ഞ് ഇന്നിവിടെ വലയുടെ പരിപാടിക്ക് വന്ന് ഇനി ആൻസർ തരാൻ പാടില്ല. എന്നാലും ഇപ്പൊ ചോദിച്ച സ്ഥിതിക്ക് പറയുക, ഉള്ള സാധനമേ വിൽക്കാൻ പറ്റും, ഉള്ള സാധനം ഉപയോഗിക്കാൻ പറ്റും. അത് നിർത്താൻ പറ്റുമെങ്കിൽ ഇവിടുത്തെ സംസ്ഥാനത്തിലെ ഗവൺമെന്റിനോ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ. അല്ലാതെ കൊണ്ടൊരു സാധനം ഒരാളുടെ മുന്നിൽ വെച്ചിട്ട് അവർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവർ കുറ്റം പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക പൊട്ടത്തരം. ഓക്കെ, താങ്ക് യു സോ മച്ച്.